പിടിച്ചോ, ചില ഓടിച്ചല്ലേ. പിന്നെ പറഞ്ഞു തരും ചെയ്തോണ്ടാ മതി. ചെല്ലേ. എന്തുവാ പിള്ളേച്ചാ? എന്തുവാ പിള്ളേ? ഇതെന്തുവാ? ഇത് ഒരു സമ്മാനം. സമ്മാനോ? ആർക്ക്? കൊച്ചിന്. എനിക്കോ? എന്തോന്നിനാ? ആ ആശാരി ചെറുക്കനെ മൂപ്പന്റെ തല്ലു വാങ്ങിച്ചു കൊടുത്തില്ലേ, അതിനുള്ള സമ്മാനമാ. ഇതിപ്പോ പിള്ളേരുടെ തനിച്ചുള്ള സമ്മാനമോ അതോ പിള്ളേരുടെ ആശാരിയുടെയും കൂടെയുള്ള സമ്മാനമോ? ഹേ, എന്റെ തനിച്ചുള്ള സമ്മാനമാ. ഷോ, ഞാൻ വാങ്ങിക്കത്തില്ല എന്റെ അപ്പ. വാങ്ങിച്ചോ സുഭാഷിണി? ഷോടാ, ആരെങ്കിലും കാണും. ഒന്നുമില്ലെന്നേ. സുഭാഷിണി ഇത് വാങ്ങിച്ചില്ലേ ഞാൻ ഇത് പിടി. എന്റെ ഒരു ആശയാ, സന്തോഷം കൊണ്ടാ. പിള്ളേ ഇത് ആരോടെങ്കിലും ചെന്ന് പറയും. കഴുത്തറുത്ത ഞാൻ പറയത്തില്ല. വാങ്ങിക്കൂ സുഭാഷിണി. വേണ്ടായിരുന്നല്ലോ. ഇതിപ്പോ ഒരുപാട് കാശായി കാണത്തില്ലയോ? അതൊന്നും സാരമില്ല, സുഭാഷിണിക്ക് വേണ്ടിട്ടല്ലയോ. അയ്യോ അയ്യോ എന്റെ കൈ, എന്റെ കൈ, അയ്യോ 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 എന്റെ കൈ, അയ്യോ അയ്യോ എന്റെ കൈ, എന്റെ കൈ, അയ്യോ 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 എന്റെ കൈ, അയ്യോ എന്റെ കൈ, അയ്യോ 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 കൈ കൈ, അയ്യോ അയ്യോ. ആശാരോട് പറഞ്ഞേക്ക് വളഞ്ഞ ബുദ്ധിയും കൊണ്ടിങ്ങ് വന്നേക്ക. അയ്യ, നാണോ ഇല്ലല്ലോ ചുടുചോറ് വാരാൻ ഇറങ്ങിയേക്കുന്ന കൊച്ചു കൊരങ്ങൻ. അത്രയ്ക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. പുള്ള വെള്ളാണ്ടിരി. ഇങ്ങനെയൊക്കെയാ ഇതിന്റെ തുടക്കം. തുടക്കം ഞാൻ പറയുന്നത് കേക്ക് പുള്ളേ. കേവലം ഒരടിയാണേ പോലും അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു നേട്ടമാണ്. ഇതിപ്പോ ചോര കണ്ടേക്കുക. ഇതിപ്പോ ഒരു സുഭക്ഷണം വേറെന്തോ വേണം. പുള്ളേ ആ കൈ കൂടെ വന്നാട്ടെ. പുള്ള നേടി പുള്ളേ, നേടി. ചെല്ലപ്പനാശാരി, ചെല്ലപ്പനാശാരി, ചെല്ലപ്പനാശാരി.
അയ്യോ എന്താ ആശാരി? ഇവന്റെ ഒരു യോഗമാ യോഗം. അടിയും കൊള്ളണ്ട, പുളിയും കുടിക്കണ്ട. ഈ തകരയ്ക്ക് പെണ്ണുങ്ങളായിട്ട് ഇടപാട് അങ്ങനെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ദേ, ദേ തകരേ. ഞാൻ ചോദിക്കാം. ശരി. തകരേ, ചോദിച്ചോ ആശാരി? ചോദിച്ചു. എന്നിട്ട് ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ അറിയണമെന്നുണ്ട്. ചുമ്മാ തിരി എന്റെ ചെല്ലപ്പനാശാരി. അറിയണമെങ്കിലേ അതിങ്ങനെ മനസ്സിൽ വെച്ച് നടന്നാ പറ്റിയല്ല. എനിക്കൊന്നും അറിയണ്ട. അറിയണം. അറിയാൻ നടക്കേണ്ട കാര്യം എന്തോന്ന്? തകരേ, നീ ഒരു കാര്യം ചെയ്യും, നേരെ ചെന്ന് സുഭാഷിനോട് ചോദിക്കും. ഞാൻ പോവുക. ഞാൻ പറയുന്നത് കേൾക്കുന്നത് തകരേ. തകരേ, സുഭാഷിണിയെ കവിഞ്ഞൊരു പെണ്ണ് ഈ ഭൂലോകത്തിലില്ല. തകരയ്ക്ക് അങ്ങനെ ഒരു യോഗം കയ്യൊതുങ്ങി കിട്ടിയിരിക്കുക. ഉള്ള നോക്കിക്കൂ, ഇതേറ്റതാ. ഓ, തകരയാന്നോ? ഞാൻ വിചാരിച്ച അപ്പനാണെന്ന്. അപ്പനാണെങ്കിൽ 10 പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. തകര ഇതിപ്പോ എവിടുന്നാ? ആ ടീന്ന് കുളിക്കായിരുന്നു. രാത്രി നനഞ്ഞിട്ട് പനി പിടിക്കണ്ട. തല തോർത്തു. തകര ഇന്ന് ഇവിടാന്നോ കിടക്കുന്നത്? എന്താ ഇന്ന് അങ്ങനെ? അതോ കഞ്ഞിയും കുടിച്ചോണ്ട് പാലത്തിന്റെ കീഴിലോട്ട് ഓടുവോ? എന്നെ ഇവിടം വരെ കൊണ്ടുവന്നാക്കാമെങ്കിൽ എന്റെ വീട്ടിൽ കയറി വരാം. അങ്ങനെ ഒരവളും നിന്റെ നേരെ മൂപ്പിക്കാൻ ഇവിടെ ഇല്ല. ആഹാ, മൂപ്പിക്കാന്ന് വിചാരിച്ചാ മൂപ്പിക്കല്ല, മുട്ടുകല്ല് അടിച്ചുവിട്ടിടും. ഓ, ഒരു വീട്ടേ കൊണ്ടാക്കുകാരി വയറ് നിറച്ച് കുടിപ്പിച്ചേച്ച് കൊണ്ടാക്കുന്നു. എടി കൊച്ചെ, വേണ്ടാതിനും പറയരുത്. നിന്റെ അപ്പം കുടിക്കുന്നെങ്കിലേ അങ്ങേരോട് പോയി ചോദിക്കണം. വഴി കിടന്ന് തല്ലും പിടിയും ഉണ്ടാക്കണ്ടെന്ന് കരുതി ഇവിടെ കൊണ്ട് വിടാവെന്ന് വെച്ചപ്പം അവിടെ ഒരു പൂരായം പറച്ചില്. ആ ചൂട്ടിങ്ങിട്ട് തന്നേ, എനിക്ക് പോണം.
എന്റെ അപ്പം വഴി കിടന്ന് തല്ലുംപിടി ഉണ്ടാക്കിയാലേ അത് ഞാൻ സഹിച്ചോളാം. നിങ്ങൾക്ക് എന്തിനാ പെണ്ണുമ്പിള്ളേ അതേ മേലെ പൊള്ളുന്നേ? ബോഡിയകത്ത് എന്റെ അമ്മ ഇവിടെ നിന്ന് ഓടിപ്പോയത് നിങ്ങൾ ഒരുത്തി കാരണമാ. നിങ്ങളെ ഈ വേലിക്കകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ പടുകാവല് കിടക്കുന്നത്. അന്നേരം ഒരു രാത്രിയിൽ ഉടുത്തൊരുങ്ങി ഒരു കൊണ്ടാക്കല്. ഇവിടെ മിണ്ടി പോകരുത്, കേറി പോകാനാ പറഞ്ഞത്. അകത്ത് കയറി പോകാൻ. ദേ ഞാൻ പോകുന്നു. ഇനി മേലാല് എന്നെ മെനക്കെടുത്തരുത്. കള്ളു കുടിച്ചാലേ വഴി കിടക്കും. പോ പെണ്ണുമ്പിള്ളേ. താമസം ഉണ്ടല്ലേ കൈ വെച്ചേര്. കെട്ടിക്കാൻ പ്രായമായ മോളൊന്ന് നിൽക്കുന്നു. അന്നേരം അവരുടെ ഒരു കുഞ്ഞുകളി. പോടുന്നു. കാമാക്ഷി പോകാൻ വരട്ടെ. ഇന്നിതൊന്ന് അറിഞ്ഞിട്ട് പോയാ മതി. കാമാക്ഷി കൂടിപ്പോകുന്നു. തരം കണ്ടു വർത്താനം പറഞ്ഞാ മതി. ഏത് തരവാപ്പോ ഞാൻ നോക്കണ്ടോ? പൊട്ടി സുഭാഷ്. എന്തിന് പോളകരെ ഉണ്ടായ പിന്നെ ആദ്യമായിട്ട് എന്റെ അപ്പൻ എന്നെ തല്ലുന്നേ, അതും അവിടെ മുമ്പിൽ വെച്ച്. ഞാനിനി ഇവിടെ നിൽക്കത്തില്ല. ഞാൻ എന്റെ അമ്മയടുത്ത് പോവും. ഓടി, നിന്നോടാര് പറഞ്ഞു ഇവിടെ നിൽക്കാൻ? തകരയുടെ പാട്ടിന് പോവും. എന്റെ അപ്പൻ എന്നോടാ പറഞ്ഞത്. എന്നോട് പുലർന്ന എന്റെ പൊടി വേദിക്കകത്ത് കാണത്തില്ല. തകര കണ്ടോ? വേണ്ട സുഭാഷിനി,